അരുൺ, വികസനത്തെക്കുറിച്ച് മാത്രമാണ് പറയാനുള്ളത്, നവകേരളത്തെക്കുറിച്ച് മാത്രമാണ് പറയാനുള്ളതെന്നൊക്കെ പറഞ്ഞ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷനും CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും ഒക്കെ ഒരേ കാര്യങ്ങളാണ് ചെറിയ ഭാഷാ വ്യത്യാസങ്ങളോടെ പറയുന്നത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ കൊടുത്ത ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്ന ദിവസം മുതൽ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് ഡീൽ എന്ന് പറഞ്ഞു. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ എന്ന് വെച്ച് പറയേണ്ടത് നമ്മുടെ മര്യാദയല്ലേ? പക്ഷേ ഇന്ന് യഥാർത്ഥ ഡീല് എന്തെന്ന് നാട്ടികയിലെ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ഫിറോസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറയാൻ പോകുന്ന സത്യം കേട്ട് വല്യമാവൻ ഞെട്ടരുത് എന്ന് ഞാൻ പറയുന്നില്ല. വല്യമാവൻ ഞെട്ടും. 8 കോടി രൂപ സാക്ഷാൽ സുരേഷ് ഗോപിയിൽ നിന്ന് TN പ്രതാപൻ കൈപ്പറ്റുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്നതാണ് അദ്ദേഹം പറഞ്ഞ ഡീല്. മറ്റൊന്ന്, ഞാൻ ഈ ചർച്ചയ്ക്കിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ നിന്നാണ്. ആ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ പുത്തൻകുരിശ് വടവുകോട് പഞ്ചായത്ത് ഭരിക്കുന്നത് NDA-യും UDF-ഉം ചേർന്നുകൊണ്ടാണ്. ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചത്. ഇത് രണ്ടും ഈ കേരളത്തിൽ നടക്കുന്ന ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും BJP-യുടെ സംസ്ഥാന അധ്യക്ഷനും ഒരേ ഭാഷയിൽ സംസാരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, ഞാനിത് പറയുമ്പോൾ അങ്ങ് ഇടപെടുന്ന എനിക്കറിയാം. എന്തുകൊണ്ടാണ് അങ്ങയുടെ ഇടപെടൽ വൈകിപ്പോയത് എന്ന് മാത്രമേ ഞാൻ ഇതിന്റെ ചെറിയ സമയത്ത് ഇടപെടരുത് എന്നാണ്. ഇവിടെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ മറുപടി പറയും. അപ്പൊ രണ്ടുപേർക്കും എന്താണ് ഒരേ ഭാഷ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ നിങ്ങൾ തന്നെ അതിന് ഉത്തരം കണ്ടെത്തിയാൽ മതി. കാരണം ചോദ്യം ചോദിക്കുന്നതും ഉത്തരം കണ്ടെത്തുന്നതും നിങ്ങൾ തന്നെയാണല്ലോ കുറച്ച് നാളായിട്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് കൂടുതൽ മന്ത്രിസ്ഥാനം പിടിച്ചു വാങ്ങാൻ പോകുന്നു, ഉപമുഖ്യമന്ത്രി പദം വാങ്ങാൻ പോകുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇന്ന് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും BJP-യുടെ സംസ്ഥാന അധ്യക്ഷനും പറഞ്ഞതാണ്. അത് 2 ദിവസമായിട്ട് കേരളത്തിൽ വളരെ സജീവ ചർച്ചയുണ്ട്. അബ്ജോബ് അത് കണ്ടിട്ടുണ്ടാവും. കാരണം DYFI മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചൂരൽമല മുണ്ടക്കയുടെ ഭാഗമായി കൊടുത്ത പണം, ആ പണത്തിന്റെ 4/1 മാത്രമേ കോൺഗ്രസിന് കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. കോൺഗ്രസിന്റെ ഘടകകക്ഷി അല്ലെങ്കിൽ UDF-ന്റെ ഘടകകക്ഷി, രണ്ടാമത്തെ ഘടകകക്ഷി കോൺഗ്രസ് കൊടുത്തതിന്റെ നിരവധി ഇരട്ടി കൊടുത്തു. അതുകൊണ്ട് വരുന്ന പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഞങ്ങൾക്ക് വേണമെന്ന് ലീഗ് ആവശ്യപ്പെടുന്നു എന്ന രൂപത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അവർ തമ്മിൽ ഡീൽ ചെയ്തോട്ടെ, അവർ തമ്മിലുള്ള കാര്യമാണ്. ആർക്ക് വേണമെങ്കിലും പ്രതിപക്ഷ നേതാവ് സ്ഥാനം പങ്കിട്ടെടുക്കാം, ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല. പക്ഷേ ഇവിടെ 5ാം മന്ത്രിമാരുടെ എണ്ണവും ഉപമുഖ്യമന്ത്രി സ്ഥാനവുമാണ് പറഞ്ഞത്. ഇവൻ ശരിയല്ല. ഞാൻ അതിലേക്ക് വരാം. നിങ്ങൾ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? ഞാൻ പറഞ്ഞോളാന്ന്. ഞാൻ പറഞ്ഞത് പൊതുസമൂഹത്തിലുള്ള ചർച്ചയാണ്. നമ്മളൊക്കെ ഇപ്പൊ ഈ 3-4 തവണ വീട് കയറി കഴിഞ്ഞ 10-20 ദിവസമായിട്ട് ജനങ്ങൾക്കിടയിൽ തന്നെയാണ്. ഇപ്പോൾ വരുന്നതും വലിയ ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ ഒരു പരിപാടിയിൽ നിന്നാണ് വരുന്നത്. അതിന് നമ്മൾ തലയും കുത്തി നിൽക്കണം. ഒരു ഉപമുഖ്യമന്ത്രി, അതൊക്കെ അവർ തമ്മിലുള്ള കാര്യമാണ്. ഇപ്പൊ ഭൂരിപക്ഷം കിട്ടിയാൽ ആലോചിക്കേണ്ട കാര്യമല്ലേ? കേരളത്തിൽ കാര്യത്തിന്റെ പേരിൽ എന്തുകൊണ്ടാണ് വിജയരാഘവൻ ഭീതി പടർത്തുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്തിനാണ്? അവരുടെ മുന്നണി, അവർക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ അവരാലോചിച്ച് ഉപമുഖ്യമന്ത്രിയോ മന്ത്രിയോ ഒക്കെ ആക്കും. ചിലപ്പോൾ വിമർശിച്ചെന്നിരിക്കും. അതിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതാ മന്ത്രിസ്ഥാനം ലീഗ് പിടിച്ചു വാങ്ങാൻ പോകുന്നു, ഉപമുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചു വാങ്ങാൻ പോകുന്നു എന്ന് വിജയരാഘവൻ എന്തിനാണ് ആശങ്ക? അല്ല, അദ്ദേഹം അങ്ങനെ ഒരു ആശങ്കയും രേഖപ്പെടുത്തിയിട്ടില്ല. ചോദ്യങ്ങൾ മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരം എന്ന രൂപത്തിൽ കരുതിയാൽ മതി. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ വേണമെങ്കിൽ കേൾപ്പിക്കാം, നമ്മുടെ സമയം കളയണ്ട എന്നതുകൊണ്ടാണ്. 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് മലപ്പുറവുമായി ബന്ധപ്പെട്ട് ഇതേ വിജയരാഘവൻ നടത്തിയ പരാമർശങ്ങളുണ്ട്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ പരാമർശങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു പൊതു സ്വഭാവമാണ്. ഇത് പെട്ടെന്നൊരു ചോദ്യത്തിന് പറഞ്ഞ മറുപടി അല്ല. അല്ല അബ്ജോബെ, നിങ്ങളുടെ വിഷമം എല്ലാവർക്കും മനസ്സിലാകും. ഈ തവണ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എനിക്കല്ല, വിജയരാഘവനാണ് വിഷമം. അല്ല, ഒറ്റ മിനിറ്റ്. നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പറ്റിയ ഒറ്റ പ്രസ്താവനയും കിട്ടിയില്ല. പക്ഷെ മറിച്ച് ഒരു പ്രസ്താവന ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകുന്നു. ഒറ്റ കാര്യം അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ, വേണ്ട സമയമുണ്ടല്ലോ. പ്രതിപക്ഷ നേതാവ് വനവാസത്തിന് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള സാഹചര്യം ഇല്ല എന്നല്ല കെ സുധാകരൻ പറഞ്ഞ്. എന്താ കെ സുധാകരൻ പറഞ്ഞ്? പോകണല്ലോ, പോകേണ്ടി വരുമല്ലോ, പോകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ എന്നതാണ് പറഞ്ഞത്.
അതുകൊണ്ട് നമുക്ക് പ്രകടന പത്രിക ചർച്ച ചെയ്യാം, ഞങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ചർച്ച ചെയ്യാം, ഞങ്ങൾ നടപ്പാക്കിയ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. ഒറ്റ ദിവസമല്ലേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം. അതുപോലെ ഈ വിവാദങ്ങളൊന്നും ഇല്ല. ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞേ ഉള്ളൂ. അതിനെ ആ രീതി കണ്ടാൽ മതി. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. അപ്പോൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് വായിച്ചപ്പോൾ അതൊരു ബ്രോഷർ പോലെയാണ് തോന്നിയത്. 2021 പ്രകടന പത്രികയിലെ ഈ 97% നടപ്പിലാക്കിയതാണ്. വെറുതെ ഞാൻ റാൻഡമായി കുറച്ച് കാര്യങ്ങൾ മാത്രം ഈ പ്രകടന പത്രികയിൽ എടുത്ത് നോക്കിയാൽ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കുമെന്ന് പറഞ്ഞു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ പഠിക്കാൻ കുട്ടികളില്ലാതെ എഞ്ചിനീയറിംഗ് കോളേജുകളായാലും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളായാലും ബുദ്ധിമുട്ടുന്നത് നമുക്കറിയാം. ഇലക്ട്രോണിക് ഫാർമസ്യൂട്ടിക്കൽ ഹബ്ബാക്കുമെന്ന് പറഞ്ഞു. ആക്കിയോ എനിക്കറിയില്ല. കൃഷിക്കാരുടെ വരുമാനത്തിൽ 50% വർധന വാഗ്ദാനം ചെയ്തിരുന്നു. വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. പാലിന്റെ കാര്യത്തിൽ കേരളം സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ക്ഷീരമിച്ച സംസ്ഥാനമാക്കുമെന്ന് പറഞ്ഞിരുന്നു. എല്ലാ വാർഡുകളിലും വർഷം തോറും 75 തെങ്ങുകൾ നടുമെന്ന് പറഞ്ഞിരുന്നു. 45 ലക്ഷം കുടുംബങ്ങൾക്ക് 1 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ വികസന സഹായമായി നൽകുമെന്ന് പറഞ്ഞിരുന്നു. പട്ടികജാതി ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കുറെ അധികം വാഗ്ദാനങ്ങളുണ്ട്. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. പ്രിയപ്പെട്ട അരുൺകുമാർ, 7411 കോടി രൂപയാണ് SC/ST ഫണ്ട് പദ്ധതി വിഹിതത്തിൽ മാത്രം കഴിഞ്ഞ ഈ 10 വർഷത്തെ അല്ല 9 വർഷത്തെ കണക്കിൽ 2025 വരെയുള്ള കണക്കിൽ ലാപ്സായി പോയത്. പൂർത്തിയായ നടന്നു കഴിഞ്ഞ എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും പറയാനുണ്ടോ? ഈ 97% പോട്ടെ. 2021 ഞങ്ങൾ 900 കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അതിൽ കൃത്യമായി ഭൂരിഭാഗം കാര്യങ്ങൾ, അതായത് 874 കാര്യങ്ങൾ പൂർത്തീകരിക്കുകയോ അണ്ടർ പ്രോസസ്സിലേക്ക്, അതായത് പൂർത്തീകരണ മുന്നേറ്റത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. അണ്ടർ പ്രോസസ് പറയാൻ ഭയങ്കര എളുപ്പമാണ് അരുൺകുമാർ. ഓരോ ഉടായിപ്പായിട്ട് അറിയിക്കുള്ളൂ. പൂർത്തീകരിച്ച ഈ 875 ഒക്കെ ആകുമ്പോൾ ഇഷ്ടം പോലെ പൂർത്തീകരിച്ചിട്ടുണ്ടാവണല്ലോ. വളരെ മിനിമം പൊതുവിദ്യാലയങ്ങളിൽ ചേരുന്നവരുടെ എണ്ണം 10 ലക്ഷമാക്കി ഉയർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കണക്ക് നോക്കുമ്പോൾ SSLC പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ എണ്ണത്തിൽ 2016 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഏതാണ്ട് 50,000-ലധികം കുട്ടികളുടെ കുറവാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്. ഇവിടെ ഇൻപേഷ്യന്റ് ചികിത്സയ്ക്ക് എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട്. സർജറി നടത്താൻ എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ കണക്കാണ്. എന്തുകൊണ്ടാണ് ആ കുറവ് വന്നത്? സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട്, ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതുകൊണ്ട്, ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട്. മാറ്റി പറയാൻ പറ്റും, എനിക്കിങ്ങനെ അറിയുള്ളൂ. OPയിൽ, അതായത് സാധാരണ രോഗങ്ങൾക്ക് വന്ന് ഡോക്ടർമാരെ കണ്ട് മടങ്ങുന്നവരുടെ എണ്ണത്തിൽ മാത്രമാണ് വർധനവുള്ളത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? താങ്കൾ ചോദിച്ചല്ലോ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്തു മാറ്റമാണ് ഉണ്ടായതെന്ന്. ഞാൻ പറയാം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദേശത്തേക്ക് കുട്ടികൾ പഠിക്കാൻ പോകുന്നു എന്നതാണ് ഒരു പരാതി. ഏറ്റവും കൂടുതൽ കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളുടെ ശതമാനം എടുത്തു നോക്കിയാൽ, കുട്ടികളുടെ ശതമാനം എടുത്തു നോക്കിയാൽ ആദ്യത്തെ 10 സംസ്ഥാനത്തിൽ കേരളം ഇല്ല. ഇല്ല. കേരള യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വിദ്യാഭ്യാസ വർഷം ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അപേക്ഷിച്ച വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം താങ്കൾക്കറിയോ? 2620 കുട്ടികളാണ്. ഭയങ്കരം തന്നെ. 81 ലോകരാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ്. അതിൽ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന അടക്കമുള്ള വികസിത രാജ്യങ്ങളിലെ 2620 കുട്ടികൾ ഈ കൊച്ചു കേരളത്തിൽ വന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ കൊടുത്തു. ആണോ? അത് ഞാൻ അറിഞ്ഞില്ല. കുസാറ്റിൽ 60ഓളം ലോകരാജ്യങ്ങളിലെ 1859 കുട്ടികളാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത്. അരുൺകുമാർ, ഈ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ 10-20 വർഷം മുമ്പ് വിദേശത്തു നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. എന്റെ ചോദ്യം അതല്ല. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ ആളില്ലാതാവുന്നത് എന്തുകൊണ്ടാണ്? ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് എന്തുകൊണ്ടാണ്? പൊതുവിദ്യാലയങ്ങളിൽ ചേരുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഈ കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്ത് കൃത്യമായിട്ട് പരിശോധിച്ചാൽ താങ്കൾക്ക് ഇതൊക്കെ മനസ്സിലാകും. പിന്നെ എന്തു പുതിയത് വന്നു പരിശോധിച്ചതുകൊണ്ടാണ് ഞാൻ അരുൺകുമാറിനോട് ചോദിച്ചത്. കണക്ക് വേണമെങ്കിൽ പറഞ്ഞു തന്നെ നമുക്ക് പോകാം. കേരളത്തിൽ എത്ര കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ലെന്ന് അരുണിന് അറിയാമോ? ഉത്തരം പറ. കുട്ടികളെ വിട്ട് പ്രിൻസിപ്പലിലേക്കായി. കുട്ടികളെ ഞാൻ വിട്ടില്ല. കുട്ടികളുടെ കുറവ് കേരളത്തിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിൽ നിന്ന് 1 ഇഞ്ച് ഞാൻ പിന്നോട്ട് പോയിട്ടില്ല. കേരളത്തിലെ എത്ര കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ലെന്ന് അറിയാമോ? എങ്ങനെ കുട്ടികൾ വന്ന് പഠിക്കും? ഒഴിഞ്ഞു കിടക്കുകയാണ് സീറ്റുകൾ. സത്യമാണ്, യാഥാർത്ഥ്യമാണ്. വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകരുത്. ഒരു മര്യാദ വേണ്ടേ? അല്ല, ഞാൻ ഒരു വാചകം മുഴുപ്പിക്കുന്നതിന് മുമ്പ് എന്തിനാ ഇത്ര അസഹിഷ്ണുത? അണുകുടുംബങ്ങളായി കേരളത്തിന്റെ കുടുംബങ്ങൾ മാറുമ്പോഴും ജനസംഖ്യയുടെ കാര്യത്തിൽ വലിയ നിയന്ത്രണം വരുമ്പോഴും പഴയതുപോലെ കുട്ടികളുടെ എണ്ണം ഇല്ലാത്തതും ഗവൺമെന്റിന്റെ തലയിലേക്ക് വെക്കണ്ട. അതും ഗവൺമെന്റിന്റെ നേട്ടത്തിന്റെ ഭാഗമായിട്ടാണ്.
നിങ്ങൾ പറഞ്ഞല്ലോ OP ടിക്കറ്റിന്റെ മറ്റ് ചികിത്സയുടെ കാര്യമൊക്കെ. ഓരോ കണക്കെടുത്ത് പരിശോധിച്ച് ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനം ഏതാ? കേരളത്തിലെ ജനസംഖ്യയുടെ 1/3 OP ടിക്കറ്റ്. കൃത്യമായി പറഞ്ഞാൽ ഞാൻ അതിന്റെ കണക്ക് തരാം. 1 കോടിയിലധികമാണ് OP ടിക്കറ്റ്. അത്രയും വേണം, വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. അതിന്റെ ഭാഗമായി ഓപ്പറേഷന്റെ ടിക്കറ്റ് എടുത്തു നോക്കി, ഓപ്പറേഷന്റെ എണ്ണം എടുത്ത് പരിശോധിക്ക്. ഏതെങ്കിലും ഇറർ, നിങ്ങൾ ആരോഗ്യ മേഖലയിൽ വലിയ ഇററാണ്, ഓപ്പറേഷൻ ഔട്ട്പേഷ്യന്റിന്റെ കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു. കണക്ക് എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. കണക്ക് ചോദിച്ചതുകൊണ്ട് കണക്ക് പറയാൻ വരും. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. 2014-15 14.18 ലക്ഷം പേരുണ്ടായിരുന്നു ആശുപത്രികളിൽ കിടത്തി ചികിത്സയ്ക്ക് സർക്കാർ മേഖലയിൽ. 2023-24 ആകുമ്പോൾ അത് 7.56 ലക്ഷമായി, നേർ പകുതിയായി കുറയുന്നത് എന്തുകൊണ്ടായിരിക്കും? കേരളത്തിലെ ആളുകൾക്ക് രോഗമില്ലാതായതുകൊണ്ടോ ആളുകളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടോ അല്ലല്ലോ. ഇതൊക്കെ CAG റിപ്പോർട്ടിൽ അടക്കമുള്ള കണക്കാണ് കേട്ടോ, ഞാൻ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല. 2014-15 ഉണ്ടായിരുന്നത് 1,01,953 ആണെങ്കിൽ 2023-24 എത്തുമ്പോൾ അത് 89,775 കുറഞ്ഞു. ശസ്ത്രക്രിയയ്ക്ക് ആളുകൾ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നില്ല, അവിടെ ആവശ്യത്തിന് ജീവനക്കാരില്ല. ഇതൊരു നടക്ക് പോണ മാതിരില്ല. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയുടെ ഉപകരണങ്ങൾക്ക് പോലും പണം കൊടുക്കാത്തത് കൊണ്ട് നിർത്തിവെച്ച എത്രയോ സംഭവങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ താങ്കൾ എന്താ പറയണേ? കേരളത്തിൽ ഇൻപേഷ്യന്റ് ആയിട്ട് കിടന്ന്, ഔട്ട്പേഷ്യന്റ് ഇൻപേഷ്യന്റ് ആയിട്ടൊക്കെ കിടന്ന് ചികിത്സിക്കുന്ന രോഗികളുടെ എണ്ണം കുറയുന്നു, രോഗികളുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന രോഗികളുടെ എണ്ണമാണ് കുറഞ്ഞത്. മിസ്റ്റർ, ഒന്ന് കേൾക്കൂ. കിടത്തി ചികിത്സ ഓപ്പറേഷൻ നടത്തേണ്ടി വരുന്ന സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു നല്ല കാര്യം, ഇത്ര വലിയ കാര്യം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നല്ലേ? അസുഖം, മാറാ രോഗവും ഓപ്പറേഷനും എല്ലാം പരമാവധി ആളുകൾക്ക് ഒഴിവായി കിട്ടട്ടെ. അത് വേണ്ടാത്ത തരത്തിലേക്ക് മികച്ച ആരോഗ്യമുള്ളവരായിട്ട് മാറട്ടെ. എന്തോ എങ്ങനെ? ഈ കേരളത്തിന്റെ ആയുർദൈർഘ്യം എത്രയാ താങ്കൾക്കറിയോ? ഇന്ത്യയുടെ ആയുർദൈർഘ്യത്തെക്കാളും 10-12 വയസ്സ് കൂടുതലാണ്. 2011 അതുകൊണ്ടെന്തായാലും കേരളത്തിലെ രോഗികളുടെ എണ്ണം കുറഞ്ഞുവെന്ന് പറയരുത്. ആരോഗ്യവകുപ്പിന്റെ കൃത്യമായി കണക്കുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ ഇപ്പറഞ്ഞ ചികിത്സകൾക്കൊക്കെ പോകുന്ന ആളുകളുടെ എണ്ണം കണ്ടമാനം വർദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിൽ രോഗികളോ ഇല്ലാത്തത് കൊണ്ടല്ല. കണക്ക് പോക്കറ്റിൽ വെക്കാൻ പറ്റില്ല. ആരോഗ്യ വകുപ്പ് തന്ന കണക്കാണ്, പോക്കറ്റിൽ വെക്കാൻ പറ്റില്ല. പോക്കറ്റിൽ വെക്കാൻ പറ്റില്ല, കണക്ക് പോക്കറ്റിൽ വെക്കാൻ പറ്റില്ല. കണക്ക് പറഞ്ഞ് തന്നെ പോകും എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക ഒരു മനുഷ്യൻ പോക്കറ്റിൽ നിന്ന് ആരോഗ്യ സംരക്ഷണത്തിന് ചെലവാക്കേണ്ടി വരുന്ന സംസ്ഥാനത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? കേരളം. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ചെറുട്ടമാ. കോർപ്പറേറ്റുകൾ, കേരളത്തിന്റെ ഹോസ്പിറ്റലുകൾ കൈപ്പടിയിൽ ഒതുക്കാൻ. നിങ്ങൾ എന്തിനാണ് മറ്റേ ഡാവോസിൽ പോയി ആരോഗ്യ മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് ക്ഷണിച്ചത്? ആരോഗ്യ മേഖലയിലേക്ക് നിക്ഷേപത്തിനുള്ള സാധ്യത തേടി ഡാവോസിൽ പോയി പേപ്പർ അവതരിപ്പിച്ച ആളുകളാണ് ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വരുന്നത്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ നയത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കണം. തെരഞ്ഞെടുപ്പ് സമയത്ത് അരുൺകുമാറിന്റെ പാർട്ടിയിലെ സഖാക്കന്മാരടക്കം ഇവരുടെ പ്രചരണങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അവരെ കേൾക്കരുതെന്നല്ല, അവർ പറയുന്നത് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ മാർക്ക് കുറയുന്ന ചില കുട്ടികൾ ആ കിട്ടുന്ന മാർക്കിന്റെ അപ്പുറത്ത് ഒരു സംഖ്യ കൂടി കൂട്ടി എഴുതിക്കൊണ്ട് വീട്ടിൽ പോയി പ്രോഗ്രസ് റിപ്പോർട്ട് കാണിച്ച് അപ്പനെയും അമ്മയെ കൊണ്ട് ഒപ്പിടിച്ചു കൊണ്ടിരുന്ന പരിപാടിയുണ്ട്. ഇവിടെ അതുപോലെ പിണറായി വിജയനും ചെയ്തിരിക്കുന്നത്. പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കിയത്, മാർക്ക് എഴുതിയത്, അത് നല്ലതാണെന്ന് പറയുന്നത് ഇവർ തന്നെ. 657 കോടി രൂപ ചെലവഴിച്ച് സർക്കാരിന്റെ മുഖമുന്നിക്ക് 16,425 കുടുംബങ്ങളുടെ ലൈഫ് മിഷന്റെ പണം എടുത്തുകൊണ്ട് പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പരസ്യം കൊടുക്കുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ എനിക്ക് അരുൺകുമാറിന്റെ 1-2 നിരീക്ഷണങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. ഈ സർക്കാരിനെ വിലയിരുത്തേണ്ടത് ജനങ്ങളാ, തെരഞ്ഞെടുപ്പിലൂടെയാ. നിങ്ങൾ ഈ 900 കാര്യങ്ങളൊക്കെ നടപ്പാക്കിയെന്നൊക്കെ അവകാശപ്പെടുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പഞ്ചായത്ത് ഇലക്ഷൻ തോറ്റു, പാർലമെന്റ് ഇലക്ഷൻ തോറ്റു, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് തോറ്റു? വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, ചൂടെടുക്കുന്നുണ്ടോ? 60 വർഷമായിട്ട് സഖാക്കന്മാർ നിരന്തരം ജയിക്കുന്ന വാർഡുകളിൽ പോലും കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് ഉത്തരവുണ്ടാവില്ല. കാരണം നിങ്ങൾ എഴുതിയ പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾക്ക് മാത്രം ബോധ്യപ്പെട്ടതാ, സ്വന്തം സഖാക്കന്മാർക്ക് പോലും ബോധ്യമില്ലാത്തതാ. അരുൺകുമാർ പറഞ്ഞത് കൊച്ചി യൂണിവേഴ്സിറ്റി അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ വിദേശികൾ പഠിക്കാൻ വരുന്നുണ്ടെന്ന്. അബ്ജോദ, ഞാൻ 2010 മുതൽ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ 10-12 കൊല്ലക്കാലം MPhilഉം PhD ഒക്കെ ആയിട്ട് റിസർച്ച് ഒക്കെ ആയിട്ട് അവിടെ നടന്നിട്ടുള്ള ആളാ. ഞാൻ ചെല്ലുന്ന കാലത്ത് വിദേശികൾ അവിടെ പഠിക്കാൻ വന്നിട്ടുണ്ട്. അത് പിണറായി വിജയൻ കേരളത്തിൽ 2016 മുഖ്യമന്ത്രിയാകാൻ വരുമെന്ന് കേട്ട് 6 കൊല്ലം മുമ്പ് ആളുകൾ പഠിക്കാൻ വന്നല്ല. ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇത്തരത്തിൽ വിദേശ വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുന്നുണ്ട്. ഇനി അരുൺകുമാർ അതൊരു അവകാശമായിട്ടാണ് ഉന്നയിക്കുന്നെങ്കിൽ വിദേശികൾ പഠിക്കാൻ വരുന്നു എന്ന് നിങ്ങൾ പറയുന്ന കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ 50% സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് എന്തുകൊണ്ടാ?
കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠിക്കാനില്ലാതെ അവർ വിദേശത്ത് ഇവിടുന്ന് വട്ടിപ്പലിശയ്ക്ക് പണം എടുത്തുകൊണ്ട് വിദേശത്ത് പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാ? അരുൺകുമാർ അതിനൊരു ഉത്തരം തരണ്ടേ? എന്താ ഉറക്കം വരുന്നു. ഇനി ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കുന്നു. നമ്മളൊന്ന് കാര്യം മനസ്സിലാക്കണം. എഴുതാത്ത പരീക്ഷ 100 മാർക്കിന് ജയിക്കുന്ന SFIയുടെ സെക്രട്ടറിയും ഡിഗ്രി ജയിക്കാതെ വിമാനമാർഗം ആസാമിൽ നിന്ന് കൊണ്ടുവരുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് MCOMന് അഡ്മിഷൻ എടുക്കുന്ന നിഖിൽ തോമസും വെല്ലവന്റെ വാഴക്കൊല അടിച്ചു മാറ്റി വെച്ച് PhD നടക്കുന്ന ചിന്താ ജെറോമും ഒക്കെ അല്ല ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാണെന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത്. അത് സാക്ഷ്യപ്പെടുത്തേണ്ടത് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ മാതാപിതാക്കളുമാണ്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഒറ്റ കാര്യം കൂടി. ഈ വികസനത്തിന്റെ മാതൃക എന്ന് പറഞ്ഞു, ആശുപത്രികളുടെ സ്വകാര്യ ആശുപത്രികളുടെ എണ്ണം കൂടുന്നത് നല്ല കാര്യമാണെന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ആശുപത്രികളുടെ എണ്ണം കൂടുമ്പോൾ രോഗികളുടെ എണ്ണം കൂടിയെന്നല്ല അതിന്റെ അർത്ഥം? രോഗികളില്ലെങ്കിൽ പിന്നെ സ്വകാര്യ മേഖലയിൽ ആശുപത്രി വരുമോ? ഇദ്ദേഹം പറയുന്നത് കിടത്തി ചികിത്സിക്കാൻ സൗകര്യമില്ലാത്ത സർക്കാർ ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ അതൊരു നേട്ടമാണെന്ന്. എനിക്കത് മനസ്സിലായില്ല. അതെങ്ങനെ ഒരു നേട്ടമാകുന്നത്? അതൊരു സർക്കാർ സംവിധാനത്തിന്റെ കോട്ടമാണ്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തോറ്റമ്പി കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPMന് തെരഞ്ഞെടുപ്പ് ചിഹ്നമാക്കാൻ പറ്റും ഈ കത്രിക. ഞാൻ ചോദിക്കട്ടെ, സജി ചെറിയാന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് തുടർന്നിരുന്നെങ്കിൽ തട്ടിപ്പോകുമെന്ന്. അതുകൊണ്ട് പഞ്ചനക്ഷത്ര സൗകര്യമുള്ള സ്വകാര്യ ആശുപത്രിയിൽ കൊച്ചിയിൽ പോയി ചികിത്സിച്ചതുകൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നെന്ന് പറഞ്ഞല്ലോ. അരുൺകുമാർ സജി ചെറിയാനോട് ചോദിച്ചിട്ട് കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ സാക്ഷ്യപ്പെടുത്തണമെന്നാണ് എന്റെ അഭ്യർത്ഥന. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.